الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا أطيعوا الله وأطيعوا الرسول وأولي الأمر منكم فإن تنازعتم في شيء فردوه إلى الله والرسول إن كنتم تؤمنون بالله واليوم الآخر ذلك خير وأحسن تأويلا. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ, സൃഷ്ടികർത്താവും സർവ്വലോക നിയന്താവും സർവ്വനുഗ്രഹങ്ങളുടെയും ദാതാവുമായ അല്ലാഹുവിന്റെ വിധികളും വിലക്കുകളും യഥോചിതം പാലിച്ചു ജീവിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു നമുക്കെല്ലാവർക്കും അവന്റെ നിയമങ്ങൾ പാലിച്ച് മരണം വരെ കഴിച്ചുകൂട്ടാനും മരണാനന്തരം ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ചു കൂടാനുമുള്ള എല്ലാവിധ തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനേറെ ഇഷ്ടപ്പെടുന്ന സ്ഥലമാണ് അല്ലാഹുവിന്റെ പള്ളികൾ എന്ന് പറയുന്നത്. അഹബ്ബുൽ ബിലാദി ഇലല്ലാഹ് മസാജിദുഹ, ഭൂമിയിൽ അല്ലാഹുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അല്ലാഹുവിന്റെ പള്ളികളാണ്. നമുക്കെല്ലാവർക്കും വീടുള്ളതുപോലെ അല്ലാഹുവിന്റെ പേരിൽ ചേർത്തപ്പെട്ട് പറയപ്പെടുന്നതാണ് പള്ളികളെന്ന് പറയുന്നത്. ബൈത്തുല്ലാഹ്, അല്ലാഹുവിന്റെ വീട് എന്ന് പരിചയപ്പെടുത്തിയതാണ് യഥാർത്ഥത്തിൽ പള്ളികൾ. ആരെങ്കിലും പള്ളിയുമായിട്ട് ഹൃദയബന്ധം പുലർത്തുന്നുവെങ്കിൽ അവർക്ക് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല ധാരാളം പ്രതിഫലവും അർശിന്റെ തണലും നൽകുമെന്ന ഹദീസ് പലപ്പോഴായി നമ്മൾ കേട്ടിട്ടുണ്ട്. അല്ലാഹുവിന്റെ പള്ളി നിർമ്മിക്കാൻ ചെറുതും വലുതുമായ സഹായങ്ങൾ നൽകുന്ന, പൂർണ്ണമായിട്ടും ഒരു പള്ളി നിർമ്മിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം മൻ ബന മസ്ജിദൻ ലില്ലാഹ് ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, അല്ലാഹുവിന് വേണ്ടി ഒരു പള്ളി നിർമ്മിച്ചാൽ അതൊരു ചെറുതാകട്ടെ, അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ അവൻ അല്ലാഹു ഒരു ഭവനം നിർമ്മിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. പള്ളിയുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങൾക്കും വലിയ മഹത്വമാണ്. വീട്ടിൽ നിന്ന് വുളുവെടുത്ത് ഒരാൾ പള്ളിയിലേക്ക് നടന്നു നീങ്ങുമ്പോൾ അയാളുടെ ഓരോ കാൽവെപ്പുകൾക്കും വലിയ പ്രതിഫലമാണുള്ളത്. അയാളുടെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നു, സ്വർഗ്ഗത്തിൽ അയാൾക്ക് ദറജകൾ ഉയർത്തപ്പെടുന്നു. ആ നടത്തത്തിൽ അയാൾ അനുഭവിക്കുന്ന എല്ലാ ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും അതിനെല്ലാം പ്രതിഫലമാണ്. ആ വഴിയിൽ അയാൾ അനുഭവിക്കുന്ന ക്ഷീണം
അയാളുടെ ദേഹത്ത് പറ്റുന്ന പൊടിപടലങ്ങൾ, അയാളുടെ ശരീരത്തിൽ നിന്ന് ഒഴുകുന്ന വിയർപ്പ്, അതെല്ലാം പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല നരകത്തിന്റെ തീയുമായി യോജിക്കില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഗതിയാണ്. റബ്ബിന്റെ മാർഗത്തിൽ ഏൽക്കുന്ന പൊടിപടലങ്ങളും റബ്ബിന്റെ മാർഗത്തിൽ ശരീരം പൊടിക്കുന്ന വിയർപ്പുകളും ഒക്കെ നരകം സ്പർശിക്കുകയില്ല എന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസി എപ്പോഴും പള്ളിയുമായി ബന്ധം പുലർത്തണമെന്ന്, സ്വർഗമാഗ്രഹിക്കുന്ന, സ്വർഗത്തിനു വേണ്ടി പുണ്യപ്രവർത്തനങ്ങൾ, നന്മകൾ സമാഹരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളെല്ലാവരും അവർക്കുള്ള ഏറ്റവും വലിയൊരു ഇടമായിട്ട് പള്ളിയെ പരിചയപ്പെടുത്തിയിരിക്കുകയാണ്. വീട്ടിൽ ഖുർആൻ ഓതുന്ന പോലെയല്ല പള്ളിയിൽ ഖുർആൻ ഓതുമ്പോൾ. പള്ളിയിൽ ഖുർആൻ പാരായണത്തിന് വേണ്ടി ഒരാൾ വന്നിരുന്നാൽ അയാൾക്ക് വലിയ പുണ്യമാണ് ഓഫർ നൽകപ്പെട്ടിട്ടുള്ളത്. നമസ്കാരം വീട്ടിൽ നിന്ന് നിർവഹിക്കുന്ന പോലെയല്ല പള്ളിയിൽ നിന്ന് നിർവഹിക്കുമ്പോൾ. ഓരോ ജമാഅത്തും നമ്മൾ വീട്ടിൽ നിന്ന് നിസ്കരിക്കുന്നതിനേക്കാളും 27 ഇരട്ടി പുണ്യമാണ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ വ്യത്യസ്ത നിസ്കാരങ്ങൾക്ക് സ്പെഷ്യലായിട്ടുള്ള ഓഫറുകളുണ്ട്. ആരെങ്കിലും സുബഹ് ജമാഅത്തായി നിർവഹിച്ചാൽ ഫഹുവ ഫീ ദിമ്മത്തില്ലാ, അവൻ അല്ലാഹുവിന്റെ സംരക്ഷണത്തിലാണുള്ളത് എന്നതാണ്. ആരെങ്കിലും ഇശാഉം സുബഹും ജമാഅത്തിന്റെ കൂടെ നിസ്കരിച്ചാൽ, ഇശാ ജമാഅത്തിന്റെ കൂടെ നിസ്കരിച്ചാൽ അവന് രാത്രിയുടെ പകുതി മുഴുവൻ നിന്ന് നിസ്കരിച്ച കൂലിയാണ്. 12 മണിക്കൂറാണ് രാത്രിയെങ്കിൽ 6 മണിക്കൂർ നിന്ന് നിസ്കരിച്ച കൂലിയാണ് 10 മിനിറ്റ് ഇശാ ജമാഅത്തിന്റെ കൂടെ നിസ്കരിക്കുമ്പോൾ കിട്ടുന്നത്. എന്നാൽ സുബഹ് ജമാഅത്തായി ആരെങ്കിലും നമസ്കരിച്ചാലോ രാത്രി മുഴുവൻ, 12 മണിക്കൂറാണ് രാത്രിയെങ്കിൽ രാത്രി മുഴുവൻ നിന്ന് നിസ്കരിച്ച കൂലിയാണ്. അതുപോലെ തന്നെ ബശ്ശിരിൽ മശ്ശാഈന ഫിദ്ദുലമി ബിന്നൂരി താമി യൗമൽ ഖിയാമ, പകലിൽ പള്ളിയിലേക്ക് പോകുന്നത് പുണ്യമാണ്, രാത്രിയിൽ പള്ളിയിലേക്ക് പോകുന്നതിന് പ്രത്യേക കൂലിയാണ്. രാത്രിയിൽ ആരെങ്കിലും പള്ളിയിലേക്ക് നടന്നുപോയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് പരലോകത്ത് സിറാത്തിന്റെ ഇരുട്ടിൽ അവന് വെളിച്ചം നൽകുമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ രാവിലും പകലുകളിലുമായിട്ട് 5 നേരത്തെ ജമാഅത്തിന് പള്ളിയിലേക്ക് പുറപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം മൻ ഗദാ ഇലൽ മസ്ജിദി ഔ റാഹ അഅദ്ദല്ലാഹു ലഹു നുസുലൻ കുല്ലമാ ഗദാ ഔ റാഹ, ആരെങ്കിലും രാവിലും പകലുകളിലുമായിക്കൊണ്ട് പള്ളിയിലേക്ക് പോയാൽ അവന്റെ ഓരോ പോക്കിനും അള്ളാഹു സ്വർഗത്തിൽ സൽക്കാരം ഒരുക്കി വെക്കുമെന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ പള്ളിയുമായി ബന്ധപ്പെടുമ്പോൾ, ഇനി അത് ജുമഅക്ക് വേണ്ടിയാണെങ്കിലോ, ആരെങ്കിലും വീട്ടിൽ നിന്ന് നേരത്തെ കുളിച്ച് വൃത്തിയായി ശുദ്ധിയായി വുളൂവിലായിക്കൊണ്ട് വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് നടന്ന് വരികയും ഇമാമിന്റെ തൊട്ട് ചാരത്ത് ഇടം പിടിക്കുകയും ഖുത്ബ ശ്രദ്ധിച്ചു കേൾക്കുകയും അതിനുശേഷം നമസ്കാരം നിർവഹിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് അള്ളാഹു നൽകിയിട്ടുള്ള ഓഫറുകൾ വളരെ വലുതാണ്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിന്ന് ആരാധനകൾ നിർവഹിക്കുന്നതിനേക്കാളും എത്രയോ മഹത്വമാണ് പള്ളിയിലേക്ക് നമ്മൾ വരുന്നതും പള്ളിയിൽ സമയം ചിലവഴിക്കുന്നതും പള്ളിയിൽ നിർവഹിക്കപ്പെടുന്ന ജുമുഅ ജമാഅത്തുകളും പള്ളിയിൽ നിർവഹിക്കപ്പെടുന്ന സുന്നത്ത് നമസ്കാരങ്ങളും പള്ളിയിൽ നിർവഹിക്കപ്പെടുന്ന ഇഅ്തികാഫും മറ്റ് കർമ്മങ്ങളുമൊക്കെ. അപ്പോൾ ഒരു ചോദ്യം, ഈ പുണ്യങ്ങളെല്ലാം പുരുഷന്മാർക്ക് മാത്രമാണോ എന്നതാണ്. ഒരിക്കലുമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പുരുഷനോടും സ്ത്രീയോടും ഇബാദത്തിന്റെ കാര്യത്തിൽ ചില വേർതിരിവുകൾ അവരുടെ പ്രകൃതവുമായി ബന്ധപ്പെട്ട് സുരക്ഷയ്ക്കും സമാധാനത്തിനും ഒരാൾക്കും തന്നെ ആണിനുള്ളത് പെണ്ണിന് വച്ചാൽ പെണ്ണിന്റെ പ്രകൃതവും അവരുടെ ഘടനയും അവരുടെ വികാര വിചാരങ്ങളും അവരുടെ ശാരീരികമായിട്ടുള്ള മാറ്റങ്ങൾക്ക് അനുസരിച്ചാവുകയില്ലാതെ, അതുകൊണ്ട് പെണ്ണിനായിട്ട് അല്ലാഹു ചില ഇളവുകൾ നൽകിയിട്ടുണ്ട് എന്നല്ലാതെ പുരുഷൻ 5 നേര ജമാഅത്ത് നിർബന്ധമാണ്. ഉദറില്ലാതെ വീട്ടിൽ നിന്ന് ഫർള് നമസ്കാരങ്ങൾ നിർവഹിക്കുന്ന ഒരു പുരുഷന്റെ ഫർള് നമസ്കാരം അല്ലാഹു സ്വീകരിക്കൂല. അതായത് രോഗമോ ഭയമോ ഏതെങ്കിലും തരത്തിലുള്ള പ്രളയങ്ങളോ സംഘട്ടനങ്ങളോ യുദ്ധമോ ഇങ്ങനെയുള്ള ഉദർ, ജമാഅത്ത് ഒഴിവാക്കാനുള്ള ഉദർ, രാത്രി വൈകിക്കിടന്നു എന്നത് ഉദറല്ല. അത് നമ്മുടെ ഒരു വീഴ്ചയോ അല്ലെങ്കിൽ ശ്രദ്ധയില്ലായ്മയോ അല്ലെങ്കിൽ നമ്മുടെ ഡിസോർഡർ ആയിട്ടുള്ള നമ്മുടെ സ്ലീപ്പിംഗ് ക്ലോക്ക് കാരണമോ ഒക്കെയാണത്. അവിടെയൊക്കെ നമ്മൾ ചേഞ്ച് വരുത്തുക എന്നല്ലാതെ അവിടെ ഉദറില്ല. കാരണം ഉറക്കമൊഴിച്ച് നിർവഹിക്കേണ്ട നിസ്കാരമാണ് സുബഹ്. അതുകൊണ്ട് ഉറങ്ങിപ്പോവുക എന്നത് ഒരു ഉദറല്ല. അതുപോലെ തന്നെ നോക്കൂ, അന്ധനായ സ്വഹാബിയോട് പോലും ബാങ്ക് കേൾക്കുന്നെങ്കിൽ വരണമെന്ന് പറഞ്ഞാൽ വരാൻ സാധിക്കുന്നവരൊക്കെ വരണമെന്ന് തന്നെയാണ്. ഒരു കാരണവശാലും വരാൻ പറ്റാത്തവരാണ് ഉദറിന്റെ പരിധിയിൽ വരുന്ന ആൾക്കാർ.
ഡോർ തുറക്കുമ്പോൾ പുറത്ത് കുറച്ച് തണുപ്പുണ്ട്, അല്ലെങ്കിൽ ചെറിയൊരു മഞ്ഞ് പെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ചെറിയ ചാറ്റൽ മഴയുണ്ട്. മഴയാണ് എന്നാൽ പോണ്ട എന്നല്ല. മഴയാണെങ്കിൽ ജോലിക്ക് പോകുമോ? പോകും. കല്യാണത്തിന് പോകുമോ? പോകും. കടയിലേക്ക് പോകുമോ? പോകും. അതേ നമുക്ക് എന്തുകൊണ്ട് കുടയെടുത്തുകൂടാ, ബൈക്ക് എടുത്തുകൂടാ, കാർ പോർച്ചിൽ നിർത്തിയിട്ട കാറ് നമ്മുടെ പ്രൈവറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നുവെങ്കിൽ ഏറ്റവും വലിയ പ്രൈവറ്റ് കാര്യം നമ്മുടെ ആരാധനയും നമ്മുടെ ഖബറും നമ്മുടെ പരലോകമല്ലേ, അത് ഉപയോഗിക്കാമല്ലോ. അതുകൊണ്ട് തന്നെ ഉസ്റില്ലാതെ ഒരു പുരുഷൻ യാതൊരു കാരണവശാലും ജമാഅത്ത് ഉപേക്ഷിച്ചുകൂടാ. എന്നാൽ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് നിർബന്ധമില്ല. അവളെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ജമാഅത്തിന് നിർബന്ധമില്ല എന്ന് പറഞ്ഞാൽ പങ്കെടുക്കേണ്ടതില്ല എന്നല്ല ഒരിക്കലും നമ്മൾ വായിച്ചെടുക്കേണ്ടത്. ഇന്ന് സ്ത്രീ സമൂഹത്തിനെതിരെ ഇസ്ലാം വളരെ കണിശമായിട്ടുള്ള നിയമങ്ങളും നിബന്ധനകളും വെച്ച് പള്ളിയിൽ പോലും പെണ്ണിനെ ഭ്രഷ്ട് കൽപ്പിച്ചിരിക്കുന്നു എന്നൊക്കെ തെറ്റിദ്ധരിച്ച് ഇസ്ലാമിനെ കടിച്ചു കീറാൻ ഒരുമ്പിട്ടിറങ്ങിയ ആളുകൾ അതൊക്കെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. യഥാർത്ഥത്തിൽ അതൊന്നും ഇസ്ലാമികമല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഏതൊരു വിഷയവും എടുത്ത് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമുക്കൊരു സംയമനം പാലിക്കാനും ഒരു സമചിത്തത പാലിക്കാനും ഒരു സ്വബോധത്തിൽ നിന്നുകൊണ്ട് കാര്യങ്ങളെ നേർക്കുനേരെ വായിച്ചു പഠിക്കാനുമുള്ള ഒരു ഹൃദയ വിശാലത നമുക്ക് വേണം. കാരണം വിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞത് യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, അത്തിഉല്ലാഹ വ അത്തിഉർ റസൂല, നിങ്ങൾ അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കണം. വ ഉലുൽ അംരി മിൻകും, നിങ്ങളുടെ കൈകാര്യകർത്താക്കളെ നിങ്ങൾ അനുസരിക്കണം. ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. ഇല്ലാത്തൊരു കാര്യം പടച്ചോൻ പറയില്ല. മനുഷ്യന്മാർക്കിടയിൽ ഉണ്ടാകുന്നുള്ളത് ഉറപ്പുണ്ടായതുകൊണ്ടാണ് പടച്ചോൻ പറയുന്നത്. നിങ്ങൾക്കിടയിൽ വല്ല അഭിപ്രായ ഭിന്നതകളും ഉണ്ടായാൽ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, അതിൽ നിങ്ങൾ ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടക്കുകയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണോ ഖുർആനിൽ പറഞ്ഞത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ ഹദീസുകളിൽ പഠിപ്പിച്ചത്, അതായിരിക്കണം നമ്മുടെ സമീപനം. നമ്മുടെ നേതാക്കന്മാർ മുമ്പ് പറഞ്ഞു വെച്ചു എന്നതിനെ ഇനി നമുക്ക് മാറ്റം വരുത്താൻ സാധിക്കില്ലല്ലോ. പ്രമാണവിരുദ്ധമായിരുന്നാലും പരമ്പരാഗതമായി ചെയ്തു പോകുന്ന കാര്യങ്ങൾ ചെയ്തു പോരാം, പറഞ്ഞുപോയ കാര്യങ്ങൾ പറഞ്ഞു പോകാം എന്നതൊന്നും യഥാർത്ഥത്തിൽ ഇസ്ലാമല്ല. അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ പാരമ്പര്യം എന്താണ്? ലോകത്ത് വന്ന പ്രവാചകന്മാരുടെ പാരമ്പര്യം എന്താണ്? ഇബ്രാഹിം നബിയുടെ പിതാവ് ആസർ വിഗ്രഹാരാധകനും വിഗ്രഹ കച്ചവടക്കാരനുമായിരുന്നു. ഇബ്രാഹിം നബി തന്റെ പിതാവിന്റെ മാർഗം അന്ധമായി അനുകരിക്കുകയാണ് ചെയ്തിരുന്നതെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അതുകൊണ്ട് നമ്മൾ പ്രമാണത്തിലേക്കാണ് മടങ്ങേണ്ടത്. ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ ദാലിക ഖൈറുൻ വഅഹ്സനു തഅവീല. നിങ്ങൾ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ആൾക്കാരാണെങ്കിൽ, അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ആൾക്കാർക്ക് വേറെ കാര്യങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ സ്ഥാനം തെറിക്കുമോ, എന്നെ പിരിച്ചുവിടുമോ, എനിക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തുമോ, ഞാൻ ഒറ്റപ്പെട്ടു പോകുമോ, ഇതൊന്നും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ബാധിക്കുന്ന വിഷയമല്ല. അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ഒരുത്തൻ എന്താണോ പ്രമാണത്തിലുള്ളത് അത് നേർക്കുനേരെ ഉൾക്കൊള്ളാനും അതിന് പ്രതികൂലമാണ് നമ്മുടെ വീട്ടിലെ സാഹചര്യമെങ്കിൽ, നാട്ടിലെ സാഹചര്യമെങ്കിൽ, മഹല്ലിലെ സാഹചര്യമെങ്കിൽ ആ പ്രതികൂല സാഹചര്യത്തിലും തന്റെ വിശ്വാസത്തെയും തന്റെ കർമ്മ പദ്ധതിയെയും തന്റെ നിലപാടിനെയും അതിൽ ഉറച്ചു മുന്നോട്ട് പോകാനുള്ളൊരു ശ്രമമായിരിക്കും ഒരു വിശ്വാസി എടുക്കുക എന്നുള്ളതാണ് ഈ ആയത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ത്രീകൾ പള്ളിയിൽ പ്രവേശിച്ചതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്ത്രീകൾ ജമാഅത്തിന് പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആനിൽ ഗണ്യമായൊരു പരാമർശങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പൊ ചില ആൾക്കാർ പറയും അതാണ് ഖുർആനിലില്ലല്ലോ എന്നാണ്. അങ്ങനെയെങ്കിൽ ഖുർആൻ മാത്രം വെച്ചുകൊണ്ട് നമുക്ക് എത്ര കാര്യം പ്രൂവ് ചെയ്യാൻ പറ്റും? ഖുർആൻ എന്ന് പറയുന്ന ഒരു അടിസ്ഥാന ഗ്രന്ഥമാണ്. അതിന്റെ വിശദീകരണം ഹദീസിലാണുള്ളത്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവസാന കാലഘട്ടത്തിൽ ചില ആളുകൾ വരും, അവർ ചാരുകസേരയിൽ ചാരി ഇരുന്നിട്ട് പറയും, നമ്മുടെ കയ്യിൽ അള്ളാന്റെ കിതാബുണ്ട്, അതിലെന്താണോ ഹലാൽ അതാണ് നമുക്ക് ഹലാൽ, അതിലെന്താണോ ഹറാം അതാണ് നമുക്ക് ഹറാം. അതിനർത്ഥം അതിനപ്പുറത്തൊരു ഹദീസോ സുന്നത്തോ നമ്മൾ പാലിക്കില്ല എന്നാണ് അവർ പറയുന്നത്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾ അറിയണം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം ഹറാമാക്കി, ഞാനൊരു കാര്യം നിങ്ങൾക്ക് ഹറാമാക്കിയാൽ അത് അല്ലാഹു ഹറാമാക്കിയതിന് തുല്യമാണ്. മനസ്സിലായില്ലേ? അല്ലാഹു ഹറാമാക്കിയതിന് തുല്യമാണ്. അത് ഖുർആനിലും തന്നെ അങ്ങനെയുണ്ട്. ആരെങ്കിലും അള്ളാന്റെ റസൂലിനെ അനുസരിച്ചാൽ അവൻ അള്ളാനെ അനുസരിച്ചു എന്നുള്ള. അപ്പൊ ഖുർആനിന്റെ വിശദീകരണമാണ് ഹദീസ്. അതുകൊണ്ട് തന്നെ ഖുർആൻ കൊണ്ട് മാത്രം നമുക്ക് കൃത്യമായിട്ട്, ഇപ്പൊ സക്കാത്താണെങ്കിലും നോമ്പാണെങ്കിലും നിസ്കാരത്തിന്റെ കൈഫിയത്ത് ഖുർആനിലില്ലല്ലോ, വുളൂവിന്റെ സമ്പൂർണ്ണ രൂപം ഖുർആനിലില്ലല്ലോ.
അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ശുറൂത്തുകൾ, അതുപോലെ തന്നെ റുക്നുകൾ, വാജിബുകൾ, സുന്നനുകൾ അത് സമ്പൂർണ്ണമായിട്ട് ഖുർആനിലില്ല. മറിച്ച് എന്താണ്? ഖുർആനിന്റെ വിശദീകരണമായിട്ട് ഖുർആൻ നിങ്ങൾ നിസ്കരിക്കണം, അതിന്റെ നേരങ്ങളും സമയങ്ങളും അതിന്റെ ഫളായിലുകളും അതിന്റെ മഹത്വങ്ങളും നേട്ടങ്ങളും ഒക്കെ പറഞ്ഞിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിശദീകരിച്ചു കൊടുത്തു. എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്? മിമ്പറിൽ വെച്ച് പ്രവാചകൻ എണീറ്റ് നിന്ന് നിസ്കരിച്ച് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, സല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നതായിട്ടാണോ നിങ്ങൾ കണ്ടത് അങ്ങനെ നിങ്ങൾ നിസ്കരിക്കണം. വുളൂഇന്റെ പൂർണ്ണ രൂപം പ്രവാചകൻ ചെയ്ത് കാണിച്ചു തന്നു. എങ്ങനെയാണോ ഞാൻ വുളൂഇന്റെ പൂർണ്ണ രൂപം കാണിച്ചെന്നത് അങ്ങനെ നിങ്ങൾ നിർവഹിക്കണമെന്ന്. അപ്പോൾ ഖുർആനിലില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇത്തരം കാര്യങ്ങളെ ഒരിക്കലും തള്ളിക്കളയാൻ സാധിക്കില്ല. എന്നാൽ ഖുർആനിൽ ചില സൂചനകളുണ്ട്. അതെന്താണ്? മറിയം അലൈഹിസ്സലാത്തു വസ്സലാം പള്ളിയിൽ താമസിച്ചതും അവരോടുള്ള കൽപ്പന അവരുടെ കൂടെ നിസ്കരിക്കണമെന്നും, അതുപോലെ തന്നെ വർക്കഈ മഅർ റാകിഈൻ, റുകൂഅ് ചെയ്യുന്നവരോടൊപ്പം റുകൂഅ് ചെയ്യണം, വസ്ജുദി സുജൂദ് ചെയ്യുന്നവരോടൊപ്പം സുജൂദ് ചെയ്യണം. ഇതിനൊക്കെ പണ്ഡിതന്മാർ വിശദീകരണം കൊടുത്തത് കൂനി മിൻഹും എന്നാണ്. അവരുടെ കൂടെ നീ നിസ്കരിക്കണം, അതായത് പള്ളിയിൽ നടക്കുന്ന ജമാഅത്തിന്റെ കൂടെ നീ നിസ്കരിക്കണമെന്ന് മറിയമിനോട് സംസാരിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഹദീസിൽ സഹോദരന്മാരെ വളരെ ഗണ്യമായി കൃത്യമായി ഇതിന്റെ തെളിവുകൾ വന്നിട്ടുണ്ട്. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഇദസ്തഅദനകും നിസാഉകും ബില്ലൈലി ഇലൽ മസ്ജിദ് ഫഅ്ദനൂ ലഹുന്ന, പള്ളിയിലേക്ക് ആരാധനയ്ക്ക് വേണ്ടി നിങ്ങളുടെ സ്ത്രീകൾ നിങ്ങളോട് പെർമിഷൻ ചോദിച്ചാൽ, അതും രാത്രിയിലാണെങ്കിൽ പോലും ഫഅ്ദനൂ ലഹുന്ന, നിങ്ങൾ അവർക്ക് പെർമിഷൻ കൊടുക്കണമെന്നാണ്. അതായത് ഒരു പെണ്ണിന് സുരക്ഷിതമായി പള്ളിയിലേക്ക് ഇസ്ലാമിക വേഷം ധരിച്ച് യാതൊരു തരത്തിലുമുള്ള ആർഭാടം കാണിക്കാതെ, സൗന്ദര്യപ്രകടനമില്ലാതെ, സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിക്കാതെ, മറ്റുള്ളവരെ ആകർഷിക്കാതെ, ഫിത്നയില്ല എന്ന് ഉറപ്പുവരുത്തുന്ന സാഹചര്യത്തിൽ ധൈര്യമായിട്ടൊരു പെണ്ണിന് പള്ളിയിൽ പോകാം എന്നാണ്. ഇന്ന് യാത്രക്കാർക്ക് പള്ളിയിൽ പോകാനുള്ള സൗകര്യങ്ങൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. പള്ളി തന്നെ നിഷിദ്ധമായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം യാത്രക്കാർക്കൊരു പ്രത്യേക മുസല്ല, പള്ളിയിൽ അവർക്ക് നിസ്കരിക്കാൻ പ്രത്യേക യാത്രക്കാരികളായ സ്ത്രീകൾക്കൊരു പള്ളി, അവിടെ യാത്രക്കാരല്ലാത്തൊരു പെണ്ണ് നിസ്കരിച്ചാൽ അതിന്റെ ഹുക്കം എന്താണ്? ആ ഹുക്കം എവിടെയാണുള്ളത്? അവർക്ക് മാത്രമായിട്ട് ഇങ്ങനൊരു പള്ളി, പള്ളിയുടെ മൂലയിൽ ഖബർസ്ഥാനിന്റെ ഓരത്ത് എലിയും പാമ്പും വരാൻ സാധ്യതയുള്ള ഒരു മുക്കിൽ കൊണ്ടുപോയിട്ടുണ്ടാക്കുന്ന ഒരു ചെറിയ കൂര, അതിന് സ്ത്രീകളുടെ പള്ളി എന്ന് പേരും വെച്ചിട്ട് ചെയ്യുമ്പോ ഇത്ര സുരക്ഷിതമായി പുരുഷന്മാർ ഇപ്പുറത്തുള്ളപ്പോൾ അപ്പുറത്ത് സുരക്ഷിതമായി യാതൊരു തരത്തിലുമുള്ള ഫിത്നയും ഭയക്കാത്ത വിധം നിർഭയത്വത്തോടുകൂടെ ആരാധന നിർവഹിക്കാൻ, ജുമുഅ ജമാഅത്തുകളിൽ പങ്കെടുക്കാൻ, റമദാൻ മാസത്തിൽ ഇഅ്തികാഫ് ഇരിക്കാൻ, തറാവീഹിന്റെ ജമാഅത്തിൽ പങ്കെടുക്കാൻ യഥേഷ്ടം അവരുടെ സ്വാതന്ത്ര്യമനുസരിച്ച് അവർക്ക് വേണ്ട എല്ലാ സുരക്ഷയും ഉറപ്പാക്കിയിട്ട് സൗകര്യമുണ്ടാകുമ്പോൾ മറ്റൊരു രൂപത്തെ സ്വീകരിക്കേണ്ട ഗതികേടുണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? പ്രമാണത്തിൽ നിന്ന് തെറ്റിയിട്ടുള്ള ആശയങ്ങൾ പറയുമ്പോൾ, ചില ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതിരിക്കുമ്പോൾ പുതിയ ആശയങ്ങളും പുതിയ രീതികളും കടത്തിക്കൂട്ടി കൊണ്ടുവരേണ്ട ആവശ്യകത ഉണ്ടാകും. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളോടൊരു സ്ത്രീ പെർമിഷൻ ചോദിച്ചാൽ നിങ്ങൾ പെർമിഷൻ കൊടുക്കണമെന്നാണ്. മറ്റൊരു ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ആവർത്തിച്ച് വന്ന ധാരാളം ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. മാത്രവുമല്ല, ഈ ഒരു ഹദീസ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ തന്റെ മകൻ ബിലാല് അദ്ദേഹം ഇത് കേട്ടിട്ട് പറയാണ്, വല്ലാഹി ലനംനഉഹുന്ന, ഞങ്ങൾ തടയുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞപ്പോ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ശകാരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തടയരുത് എന്ന് പറഞ്ഞാൽ പിന്നീട് തടയുമെന്ന് പറയാൻ നിനക്കെന്ത് അവകാശമാണുള്ളത് എന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ആതിഖ റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിക്കുന്ന സമയത്ത് അവരൊരു ഷർത്ത് വെച്ചിരുന്നു, എന്നെ പള്ളിയിൽ പോകാൻ സമ്മതിക്കണം. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു സമ്മതിച്ചു. കാരണം എന്താണ്? അദ്ദേഹത്തിന് അറിയാമായിരുന്നു, പണ്ഡിതന്മാർ പറയുന്നത് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു സമ്മതിക്കാൻ കാരണം അദ്ദേഹത്തിന് അറിയാമായിരുന്നു അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയെ തൊട്ട് സ്ത്രീകളെ തടയരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന കാര്യം. ഇനി അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളി എങ്ങനെയായിരുന്നു? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, ഇന്നി ലഅദ്ഖുലു ഫി സ്വലാഹ ഉരീദു ഇതാലതഹ, ഞാൻ നിസ്കാരത്തിൽ പ്രവേശിക്കും, നിസ്കാരം നീട്ടാൻ വേണ്ടി ഞാൻ വിചാരിക്കും. ഫഅസ്മഉ ബുകാ അസ്സബി, അപ്പോൾ ഞാൻ കുട്ടികളുടെ കരച്ചിൽ കേൾക്കും. ഫഅതജവ്വസു മിമ്മാ അഅലമു മിൻ ശിദ്ദത്തി വജ്ദി ഉമ്മിഹി മിൻ ബുകാഇഹി, അതായത് അപ്പോൾ ഞാൻ എന്റെ നമസ്കാരം ഷോർട്ടാക്കും. കാരണം കുട്ടിയുടെ കരച്ചിൽ കാരണം മാതാവിനുണ്ടാകുന്ന പ്രയാസം മനസ്സിലാക്കിയിട്ടാണത്. കുട്ടിയുടെ കരച്ചിൽ കാരണം മാതാവിനുണ്ടാകുന്ന പ്രയാസങ്ങൾ മനസ്സിലാക്കിയിട്ടാണ്. സുഹൃത്തുക്കളെ, ഇവിടെയൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട എന്താണ്? നിസ്കരിക്കാൻ മാത്രമല്ലേ പോകാൻ പറ്റാത്തുള്ളൂ, അല്ലെ?
ജമാഅത്തിന് പോകാൻ പറ്റില്ല, ജുമുഅക്ക് പോകാൻ പറ്റില്ല, തറാവീഹിന് പോകാൻ പറ്റില്ല, അല്ലേ? അതുപോലെ തന്നെയുള്ള കാര്യങ്ങൾക്ക് പള്ളിയിൽ പോകാൻ പറ്റില്ല. എന്നാൽ ഒരു നേർച്ചയാണെങ്കിൽ, ഒരു നബിദിനമാണെങ്കിൽ, അവിടെ ഒരു ജാറമുണ്ടെങ്കിൽ, അല്ലെ, അവിടെ എന്തെങ്കിലും പൂജകളുണ്ടെങ്കിൽ ഇതിനൊക്കെ പെണ്ണുങ്ങൾക്ക് യഥേഷ്ടം അലഞ്ഞു നടക്കാം, അല്ലെ? പള്ളി തിണ്ണയിൽ കിടന്നുറങ്ങാം. ഇതൊക്കെ നമ്മുടെ യാത്രയിൽ നമ്മൾ കാണുന്നതാണ്. പള്ളിയുടെ ചായ്പിൽ കെട്ടിപ്പൊക്കിയ ജാറത്തിന്റെ സമീപത്ത് സ്ത്രീകൾ വളരെ മോശമായി തട്ടമൊക്കെ അയച്ച് കാറ്റുകൊണ്ട് നട്ടപ്പാതിരക്കും ഇരിക്കുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നു. കിലോമീറ്ററുകൾ അവർ വാഹനത്തിൽ കൊണ്ടുപോയിട്ട് പലയിടത്തും ഇറങ്ങി അവിടെ അവര് ഭക്ഷണം കഴിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഇടകലർന്ന് എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നു, അല്ലെ? ഒരു ഉറൂസ് നടക്കുന്ന സ്ഥലത്ത്, അല്ലെ, എന്തെല്ലാമാണ് അവിടെ നടക്കുന്നത്. ഒരു പൂരത്തിന് സമാനമായിട്ടുള്ള വേദികളിൽ ആണും പെണ്ണും ഒരുപോലെ സാമ്പാറ് പോലെ ഇഴുകിച്ചേരുമ്പോൾ അവിടെയൊന്നും ഫിത്നയില്ല ആർക്കും, അവിടെയൊന്നും സ്ത്രീ പുരുഷ സങ്കലനമില്ല. ഇത് വളരെ മാന്യമായിട്ട് സ്ത്രീകൾക്കൊരു പ്രത്യേക വഴി, സ്ത്രീകൾ പ്രത്യേക ഭാഗത്ത്, അവർക്ക് പ്രത്യേക ടോയ്ലറ്റ്, അവർക്ക് വുദൂവിന് പ്രത്യേക സൗകര്യം, അവർക്ക് നിസ്കരിക്കാൻ പ്രത്യേക സൗകര്യം, വളരെ സേഫായിട്ട് കുടുംബത്തോടൊപ്പം വന്ന് ഇറങ്ങി ആരുമായിട്ടും യാതൊരു പരപുരുഷന്മാരുമായിട്ടും ഒരു തരത്തിലുള്ള സമീപനത്തിനും ഇടമില്ലാത്ത വിധം സെക്യൂറായി സേഫായി ഇബാദത്ത് ചെയ്തു പോകാൻ പറ്റുന്ന സൗകര്യങ്ങൾ ഒരുക്കുന്ന പള്ളികളെ തൊട്ട് തടയേണ്ട ആവശ്യം എന്താണുള്ളത് എന്ന കാര്യം നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അതല്ലാത്തതിനെല്ലാറ്റിനും സ്ത്രീകൾക്ക് എവിടേക്കും ഇറങ്ങിപ്പോകാനുള്ള സ്വാതന്ത്ര്യവും നൽകുന്നുണ്ട്. മതത്തിന്റെ പേരും പറഞ്ഞ് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ ഒരിക്കലും പാടില്ലാത്തതാണ് എന്ന സംഗതി നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിന് സലാം ചൊല്ലിയാൽ തന്റെ സ്ഥാനത്ത് നിന്ന് അല്പസമയം ഇരിക്കാറുണ്ടായിരുന്നു. എന്തിനാണത്? സ്ത്രീകൾ എഴുന്നേറ്റ് പോകുവാൻ വേണ്ടിയായിരുന്നു അത്. ഇപ്പൊ നബിയുടെ പള്ളിയിൽ ആദ്യം പുരുഷന്മാർ, പിന്നെ കുട്ടികൾ, അതിന് പിന്നെ സ്ത്രീകളുണ്ടായിരുന്നു. സ്വഹാബത്തും പറയുകയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നെ സ്ത്രീകൾ, പള്ളിയിലുള്ള സ്ത്രീകൾ ഇപ്പോ മുഖമക്കനെ മാറിടത്തിലൂടെ താഴ്ത്തിയിടട്ടെ എന്ന ആയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചപ്പോ പള്ളിയിൽ ആരുണ്ട്? സ്ത്രീകളുണ്ട്. ആ സ്ത്രീകൾ ആ പള്ളിയിൽ വെച്ച് തന്നെ അവരുടെ കോന്തല മുറിച്ച് മറച്ച് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോ സ്വഹാബത്ത് പറയാണ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭാര്യമാരെ തന്നെ മനസ്സിലാക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ടായി എന്ന് സ്വഹാബത്ത് പറയുമ്പോൾ, സുഹൃത്തുക്കളെ, പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യമാണിത്. മാത്രവുമല്ല, സ്വഹാബി വനിതമാർ പറയുന്നുണ്ട്, ഇന്ന സൂറത്ത് ഞാൻ നബിയിൽ നിന്നാണ് പഠിച്ചത്. പ്രവാചകൻ ജുമഅയിൽ ഓതിയപ്പോഴാണ് പഠിച്ചത്, നിസ്കാരത്തിൽ ഓതിയപ്പോഴാണ് പഠിച്ചത്. ഇതെല്ലാവർക്കും അറിയാവുന്ന യാഥാർത്ഥ്യമാണ്. മാത്രവുമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പള്ളിയിൽ ചെന്ന് നോക്കുമ്പോൾ സ്ത്രീകളുടെ ഭാഗത്തിന്റെ ഒരു കയറ് കെട്ടിത്തൂക്കി. അപ്പൊ ഇതെന്ത് കയറാണോ ചോദിച്ചു. അപ്പൊ പറഞ്ഞു, അത് സൈനബിന്റെ കയറാണ്. ഹാദാ ഹബ്ലു ലി സൈനബ്, ഇത് സൈനബിനുള്ള കയറാണ്. ഫഇദാ ഫതറത് തഅല്ലഖത്, അവൾക്ക് നിസ്കാരത്തെ സുന്നത്ത് നിസ്കാരങ്ങൾ സുദീർഘമായി നിർവഹിക്കുമ്പോൾ ക്ഷീണം വരും. അപ്പൊ ക്ഷീണം വരുമ്പോ അവരെന്ത് ചെയ്യും? ആ കയർമ തൂങ്ങിപ്പിടിച്ച് നിൽക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് മുറിച്ചിടണം. എന്നിട്ട് ഒരാൾ നിസ്കരിക്കേണ്ടത് അവർക്ക് ഉന്മേഷമുള്ള സമയത്താണ്. ഫഇദാ ഫതറ ഫല്യഖഉദ്, അവർക്ക് നിന്നിട്ട് ക്ഷീണം വരികയാണെങ്കിൽ അവർ ഇരുന്നിട്ട് നിസ്കരിക്കട്ടെ. അതാണ് ഇസ്ലാമിലുള്ളത്. കയർ തൂങ്ങിയിട്ടൊന്നും ആരും നിസ്കരിക്കണ്ട എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. പണ്ഡിതന്മാർ പറയുന്നു, വഫീഹി ജവാസുൻ അത്തനഖുൽ ഫിൽ മസ്ജിദ് ഫഇന്നഹാ കാനത് തുസല്ലി അന്നാഫില ഫീഹി ഫലം യുൻകിർ അലൈഹാ. പള്ളിയിൽ സുന്നത്ത് നിസ്കാരത്തിന് വേണ്ടി സൈനബ് ഒരു കയറ് കെട്ടി തൂക്കിയിട്ടുണ്ടെന്ന്. എന്തിന് പെണ്ണ് പള്ളിയിൽ വന്നു? എന്തിന് പെണ്ണ് പള്ളിയിൽ സുന്നത്ത് നിസ്കരിച്ചു? അതും എന്തിന് സുദീർഘമായി നിസ്കരിച്ചു? ഇതൊന്നും പാടില്ലാത്തതാണ്, പരമ്പരാഗതമായി നമ്മൾ എതിർത്തു ഇതൊന്നും പറഞ്ഞിട്ടില്ല. എന്താ പറഞ്ഞത്? നിന്ന് നിസ്കരിക്കാൻ പറ്റുമ്പോൾ നിന്ന് നിസ്കരിക്കാം, ഇല്ലെങ്കിൽ ഇരുന്ന് നിസ്കരിക്കട്ടെ, കയറ് തൂങ്ങണ്ടെന്ന് കയറ് മുറിച്ചിടാനാ പറഞ്ഞു. പണ്ഡിതന്മാർ പറയണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ നിരാകരിച്ചില്ല, സൈനബ് നമസ്കരിക്കുന്നതിന് പ്രവാചകൻ വിമർശിച്ചതുമില്ല, പള്ളിയെ തൊട്ട് തടഞ്ഞതുമില്ല. അതുകൊണ്ട് വളരെ കൃത്യമാണ് ഈ കാര്യങ്ങൾ, വളരെ വ്യക്തമാണ് ഈ കാര്യങ്ങൾ. ധാരാളം ഹദീസുകളും അതുപോലെ തന്നെ സഹാബത്തിന്റെ അഖ്വാലുകളും മഹദി ആയിഷ റളിയല്ലാഹു അൻഹ എന്നുള്ള ഒരുപാട് വാക്കുകൾ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളത് തെളിവുകൾ കൊണ്ട് തെളിയിക്കപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തെളിവാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ആ തെളിവിന്റെ കൂടെ നിൽക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പള്ളിയിൽ നിന്ന് ലഭിക്കുന്ന പുണ്യങ്ങൾ ശേഖരിക്കാൻ നമ്മുടെ സഹോദരിമാർക്കും അവസരമുണ്ടാക്കി കൊടുക്കാൻ ഇസ്ലാം കൊടുത്ത സ്വാതന്ത്ര്യത്തെ ഹനിക്കാതെ അവർക്കും സ്വർഗത്തിന്റെ ഉന്നതങ്ങൾ കയറി ചെല്ലാനുള്ള ആ ഒരു അവസരത്തെ നമ്മൾ തുറന്നു കൊടുക്കണം എന്നാണ് സാന്ദർഭിക ചർച്ചകളിൽ നിന്ന് ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്.
സ്ത്രീകൾക്ക് ഏറ്റവും ഉത്തമമായത് അവരുടെ വീടുകളാണ് എന്നൊരു ഹദീസിന്റെ വാൽകഷ്ണമാണ് പലപ്പോഴും ഈ ആളുകൾ, സ്ത്രീയെ തൊട്ട് പള്ളിയെ തടയുന്ന ആളുകൾ പലപ്പോഴും ഉന്നയിക്കുന്ന ആ ഒരു സംഭവം. യഥാർത്ഥത്തിൽ എല്ലാം കൊണ്ടും സ്ത്രീകൾക്ക് അവരുടെ ഭവനമാണ് ഏറ്റവും നല്ലത് എന്ന കാര്യത്തിൽ ആർക്കും തന്നെ തർക്കമില്ലാത്ത വിഷയമാണ്. എന്നാൽ ഇത് പറഞ്ഞ വിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയും എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കാണാൻ സാധിക്കുന്ന കാര്യം, പണ്ഡിതന്മാരെല്ലാവരും പറഞ്ഞിട്ടുള്ള വിഷയം, ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിബന്ധനകളും മറ്റും പാലിച്ചുകൊണ്ട് ശർഈയായ കാര്യങ്ങൾക്ക് വേണ്ടി അവരുടെ വീട്ടിൽ നിന്ന് പുറത്തു പോകാവുന്നതാണ് എന്ന് ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ തന്നെ പണ്ഡിതന്മാർ പ്രത്യേകമായി എടുത്തുകൊടുത്തത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അവരുടെ വീട്ടിലാണ് വഖർന ഫീ ബുയൂത്തികുന്ന എന്ന ആയത്തിന് വ്യാഖ്യാനിച്ചുകൊണ്ട് അവർക്ക് അവരുടെ വീടാണ് ഏറ്റവും ഉത്തമം എന്ന് പറഞ്ഞതുമായി ബന്ധപ്പെട്ട് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുകയാണ്, എന്ത് ഫലാ തഖ്റുജ്ന ലിഗൈരി ഹാജത്തിൻ, അവൾ അവളുടെ വീട്ടിൽ നിന്ന് ആവശ്യമില്ലാതെ പുറത്തു പോകരുത്. വമിനൽ ഹവായിജി അശ്ശർഇയ്യ അസ്സലാത്തു ഫിൽ മസ്ജിദി ബിശർതിഹി, ആ ആവശ്യങ്ങളിൽ പെട്ടതാണ് ഒരു പെണ്ണ് നിസ്കരിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് പള്ളിയിലേക്ക് പോവുക എന്നുള്ളത്. ബിശർതിഹി, ഷർത്തുകൾ പാലിച്ചുകൊണ്ട്, അതായത് ഇസ്ലാമിക വേഷം ധരിച്ച് യാതൊരു തരത്തിലുമുള്ള ഫിത്നയും ഉണ്ടാവുകയില്ലെന്ന് ഉറപ്പുവരുത്തി അവരുടെ ഔറത്തൊക്കെ വൃത്തിയായി മറച്ച് അത്തറ് പൂശാതെ മറ്റുള്ളവരെ വശീകരിക്കാൻ പറ്റുന്ന കോലത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ സ്ത്രീകളോട് പറഞ്ഞിട്ടുള്ളതായിട്ടുള്ള കാര്യങ്ങൾ എന്താണോ, പള്ളിയുമായി ബന്ധപ്പെട്ടുള്ള ആദാബുകൾ എന്താണോ, ഇതൊക്കെ പാലിച്ചുകൊണ്ടൊരു പെണ്ണിന് പുറത്തു പോകാവുന്നതാണ് എന്നതാണ് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ തന്നെ പണ്ഡിതന്മാർ ഇബ്നു കസീർ റഹിമഹുല്ലയൊക്കെ തഫ്സീറിന് ഈ ആയത്തിന് തഫ്സീർ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. മാത്രവുമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം അവിടുത്തെ സ്ത്രീകൾ, അവിടുത്തെ ഭാര്യമാർ, ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഅ്തകിഫുൽ അശ്റൽ അവാഖിർ മിൻ റമദാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ 10 ഇഅ്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നു. ഹത്താ തവഫാഹുല്ലാഹ്, അല്ലാഹു അദ്ദേഹത്തെ കൊണ്ടുപോകുന്നവരേക്കും, അതായത് മരിക്കണവരേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ 10 ഇഅ്തികാഫ് ഇരുന്നിരുന്നു. ബാക്കി എന്താണ്? സുമ്മ ഇഅ്തകഫ അസ്വാജുഹു മിൻ ബഅദിഹി, പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം അവിടുത്തെ ഭാര്യമാർ പള്ളിയിൽ ഇഅ്തികാഫ് ഇരുന്നുകൊണ്ടിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുന്ന സമയത്ത് എന്താ ചെയ്തത്? ജമാഅത്തിനും അതുപോലെ തന്നെ ഇഅ്തികാഫിനും തറാവീഹിനും ഒക്കെ തന്റെ ഭാര്യമാരെ, തന്റെ ഇണകളെ എന്ത് ചെയ്തിട്ടുണ്ട്? പള്ളിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഐഖദ അഹ്ലഹു വശദ്ദ മിഅ്സറഹു എന്നൊക്കെ ഹദീസ് കേട്ടില്ല. അവസാനത്തെ 10 ആകുമ്പോൾ റസൂലുള്ള അവിടുത്തെ അരമുണ്ട് മുറുക്കിയെടുക്കും, കുടുംബത്തെ വിളിച്ചുണർത്തും, എന്നിട്ട് ഇഅ്തികാഫിനും മറ്റു കാര്യങ്ങൾക്കും പ്രേരിപ്പിക്കും എന്ന് പറഞ്ഞിട്ടുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള ഹദീസുകളാണ്. ഇത്രയും ഹദീസുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് കാണിച്ചു തന്നിട്ടുമുണ്ട്. മാത്രവുമല്ല, പള്ളിയിൽ സ്ത്രീകൾ പാലിക്കേണ്ട അദബുകളൊക്കെ പറയണേ, അവര് പിന്നെ എവിടെയാണ് നിൽക്കേണ്ടത്? നോക്കൂ, ഒരു ഹദീസ്, ഖൈറു സുഫുഫി റിജാൽ അവ്വലുഹ വശർറുഹ ആഖിറുഹ വഖൈറു സുഫുഫി നിസാ ആഖിറുഹ വശർറുഹ അവ്വലുഹ. അത് പുരുഷ സ്ത്രീകൾ തമ്മിലുള്ള പ്രയാസങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഏറ്റവും നല്ല സൊഫ് അവസാനത്തെ സൊഫാണ്, പുരുഷന്മാർ ഏറ്റവും നല്ല സൊഫ് മുന്നിലെ സൊഫാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു പെണ്ണ് പള്ളിയിൽ പോകൽ ഇസ്ലാമിൽ നിഷിദ്ധമാണെങ്കിൽ, ഹറാമാണെങ്കിൽ, അത് പാടില്ലാത്തതാണെങ്കിൽ എങ്ങനെയാണ് സഹോദരന്മാരെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയാൻ സാധിക്കുക? അപ്പൊ ഇതൊക്കെ ഹിജാബിന്റെ ആയത്തിറങ്ങിയതിന് മുമ്പാണ്. അതിനുശേഷം ആരും പള്ളിയിൽ പോയിട്ടില്ല എന്ന് പറഞ്ഞാൽ അതും ഒരു കളവാണ്, പൂഴ്ത്തിവെക്കലാണ്, കിതാബ് അറിയില്ല തങ്ങളുടെ മുമ്പിലിരിക്കുന്ന ആളുകൾക്ക് എന്ന തികഞ്ഞ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അതൊക്കെ പറയുന്നത്. എന്നാൽ ഹിജാബിന്റെ ആയത്തിറങ്ങിയതിന് ശേഷമാണ് ഈ പറയപ്പെട്ട കാര്യങ്ങളെല്ലാം. മാത്രവുമല്ല, ആയിഷ ബീവി പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ളപ്പോൾ നബിയുടെ കൂടെ ഇത്തികാഫ് ഇരുന്നിരുന്ന ഇണകൾ നബിയുടെ കാലശേഷം അവർ തനിയെ ഇത്തികാഫ് ഇരുന്നിരുന്നു എന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മുടെ സഹോദരിമാർ നമസ്കരിക്കാനും മറ്റു കാര്യങ്ങൾക്കും ആരാധനാ കർമ്മങ്ങൾക്ക് വേണ്ടിയിട്ട് പള്ളിയിലേക്ക് പോകാൻ നമ്മളോട് പെർമിഷൻ ചോദിച്ചാൽ ഒരു കാരണവശാലും അത് തടുക്കാൻ പാടില്ല. ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദല്ലാഹ്, അല്ലാഹുവിന്റെ അടിയാർത്തികളെ തൊട്ട് നിങ്ങൾ, അടിയാർത്തികളെ പള്ളിയെ തൊട്ട് നിങ്ങൾ തടയരുത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വളരെ നേർക്കുനേരെ നമ്മൾ കാര്യങ്ങൾ ചിന്തിക്കുക, പഠിച്ച് മനസ്സിലാക്കുക. ഇന്ന് സഹോദരിമാർ, പെൺകുട്ടികൾ അവർ വിദ്യ അഭ്യസിക്കുന്നു, സ്കൂളിൽ പോകുന്നു, അവർ ജോലി ചെയ്യുന്നു, അല്ലെ അവർ പർച്ചേസിംഗ് നടത്തുന്നു, മറ്റെല്ലാ കാര്യങ്ങൾക്കും പോകുന്നു.
വളരെ ഇസ്ലാമികമായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് എല്ലാ ഫിത്നയുടെയും കവാടങ്ങൾ കൊട്ടിയടക്കപ്പെട്ടുകൊണ്ട് പള്ളിയിൽ വന്ന് ജുമഅ ശ്രവിക്കാനും ജമാഅത്തുകളിൽ പങ്കെടുക്കാനും അതുപോലെ തന്നെ തറാവീഹിനും മറ്റ് കാര്യങ്ങൾക്കുമൊക്കെ പള്ളിയിലേക്ക് വരാനും മാത്രം പാടില്ല എന്ന് പറയുമ്പോൾ ഇത് ശരിയല്ല എന്നുള്ളത് ഏതൊരു സ്വബോധമുള്ള ആൾക്കും ചിന്താശേഷിയുള്ള ആൾക്കും മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. അത് പറയുന്നവർ എത്ര വലിയ ആൾക്കാരാണ്, വലിയ നേതാക്കന്മാരാണ്, അവർ ഭയങ്കര കിതാബ് തിരിയുന്നവരാണ്, ഒരുപാട് കാലം ഓതിയവരാണ്, അതൊന്നുമല്ല സഹോദരന്മാരെ. എത്ര ഓതി എന്നുള്ളതൊന്നല്ലോ വിഷയം, മറിച്ച് ഓതിയിട്ട് പ്രമാണത്തിലുള്ളത് പറയണം എന്നതാണ് വിഷയം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കിതാബിൽ എന്താണോ ഉള്ളത് അതാണ് സമൂഹത്തോട് നമ്മൾ പറയേണ്ടത്. അതിന് എത്ര നമ്മൾ ഇന്നലെ വരെ പറഞ്ഞതിന് എതിരാണ് നമ്മൾ ഇന്ന് ഖുർആനും ഹദീസും പരിശോധിച്ച് നോക്കുമ്പോൾ കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സഹോദരന്മാരെ, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് ഇന്ന് ഞാൻ ഹദീസ് പരിശോധിച്ച് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി. കാരണം നമ്മൾ സാധാരണ മനുഷ്യന്മാരാണ്. പെർഫെക്ഷൻ എന്നത് അള്ളാഹ്ക്കുള്ളതാണ്, ഞമ്മക്കുള്ളതല്ല. വീഴ്ചകൾ ആർക്കും പറ്റും. വീഴ്ചകൾ പറ്റിയാൽ അത് തിരുത്തുക എന്നതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ച്. കാരണം നമ്മൾ 10-60 കൊല്ലം നമ്മൾ ജീവിക്കുള്ളൂ. നമുക്ക് കുറച്ചു കാലം ജീവിക്കാൻ വേണ്ടി ഈ പ്രമാണമൊക്കെ പാടെ കൂടിയിട്ട് ഖുർആനും ഹദീസൊക്കെ പാടെ കൂടിയിട്ട് അവനാനെ പറ്റി കൊല്ലത്തിൽ വളച്ചു വെച്ചിട്ട് ഇവിടുന്ന് മരിച്ചു പോകാൻ പറ്റില്ല. ഈ ഖവാരിജിയാക്കളും മുഅ്തസിലിയാക്കളും ജഹ്മിയാക്കളും ഖദരിയാക്കളും ഈ ഇസ്ലാമിലെ അവാന്തര വിഭാഗങ്ങൾക്ക് ചെയ്ത തരങ്ങൾ ഓൽക്ക് പറ്റാത്ത സംഗതികൾ പ്രമാണത്തിൽ കാണുമ്പോൾ ഓരാണ് വളച്ച്. അള്ളാഹ്ക്കൊരു ദാത്തില്ല എന്നവർ വിശ്വസിച്ചപ്പോൾ അപ്പോൾ അള്ളാഹ് അർശിലാണ് എന്നവർക്ക് വിശ്വസിക്കാൻ പ്രയാസമായി. അപ്പോൾ അർറഹ്മാനു അലൽ അർശിസ്തവ, അള്ളാഹ് അർശിൽ ഇസ്തിവ ചെയ്തിരിക്കുന്നു എന്ന ആയത്തിന് അവർ കൂട്ടിമാറ്റിയിട്ട് ഇസ്തൗല, അധികാരമേറ്റിരിക്കുന്നു എന്നവർ പറഞ്ഞു. കല്ലമല്ലാഹു മൂസ തക്രീമ, മൂസയോട് അള്ളാഹു സംസാരിച്ചു എന്നവർക്ക് ഉൾക്കൊള്ളാൻ മടിയായപ്പോ അവരെന്തു പറഞ്ഞു? കല്ലമല്ലാഹ മൂസ തക്രീമ, അള്ളാഹുവിനോട് മൂസ സംസാരിച്ചു എന്നാക്കാൻ വേണ്ടിയിട്ട് ഖുർആനിലെ അള്ളാഹു എന്നുള്ളത് ആ ദമ്മ് മാറ്റിയിട്ട് ഫത്ഹാക്കി. അതിനൊന്നുള്ള ധൈര്യം നമുക്കില്ല. ഇത് അള്ളാഹുവിന്റെ കലാമാണ്, അള്ളാഹുവിന്റെ കിതാബാണ്. ലോകാവസാനം വരെ അത് കൃത്യമായി നിലനിൽക്കണം. അതുകൊണ്ട് ഏറ്റവും ശരിയാണ് സ്വഹാബത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും വിശദീകരിച്ചതിനോട് ഏറ്റവും ശരിയായ രീതിക്കാണ് നമ്മൾ പറയുന്നത് എന്ന് 100% ഉറപ്പിച്ചിട്ട് വേണം നമ്മളൊരു കാര്യം ഇസ്ലാമികമായിട്ട് പറയുമ്പോൾ അത്രയും ജാഗ്രത കാണിച്ചുകൊണ്ട് വേണം. ദീനിന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അവിടെ സംഘടന വിഷയമല്ല, അവിടെ നമ്മുടെ ഭാവി വിഷയമല്ല, അത് അവിടെ ഒരു ഉസ്താദിന്റെ ജോലി വിഷയമല്ല, ദീനാണ് ഏറ്റവും വലുത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹക്കിന്റെ കൂടെ നമ്മെ എല്ലാവരെയും അടിയുറപ്പിച്ച് നിർത്തുമാറാവട്ടെ. അള്ളാഹുവിന്റെ ദീനിന്റെ വഴിയിൽ കൂടുതൽ പഠിക്കാനും പഠിച്ചത് ഉൾക്കൊള്ളാനും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നമ്മുടെ എല്ലാ നല്ല ആഗ്രഹങ്ങളെയും അള്ളാഹു സഫലമാക്കട്ടെ. നാം ഭയക്കുന്ന എല്ലാ ഫിത്നകളും അള്ളാഹു നമ്മെ തൊട്ട് തടുക്കുമാറാവട്ടെ. നമ്മിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ വീഴ്ചകളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മിൽ രോഗികളായ സഹോദരങ്ങൾക്ക് അള്ളാഹു ശിഫാഉൻ ആജിൽ സമ്മാനിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചു പിരിഞ്ഞ സത്യവിശ്വാസികൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. ഈ രാജ്യം അത് ഉയർത്തിപ്പിടിക്കുന്ന സമാധാനവും ഐക്യവും അഖണ്ഡതയും ജനാധിപത്യവും അള്ളാഹു നിലനിർത്തി നൽകുമാറാവട്ടെ. ഇതിനെ നശിപ്പിക്കാൻ വേണ്ടി ബോധപൂർവം പണിയെടുക്കുന്നവരുടെ തന്ത്രങ്ങളെ അള്ളാഹു പരാജയപ്പെടുത്തുകയും അവരെ അധികാരത്തിൽ നിന്ന് അള്ളാഹു പടിയിറക്കുകയും ചെയ്യുമാറാവട്ടെ. ഗസയിലും വെസ്റ്റ് ബാങ്കിലും ലോകത്തിന്റെ വിവിധ ഭാഗത്തും ഇന്നും ആളുകൾ കഷ്ടപ്പാടിലാണ്. അള്ളാഹുർക്ക് ആശ്വാസം പ്രദാനം ചെയ്യുമാറാവട്ടെ. മനുഷ്യനെ കൂട്ടക്കുരുതി നടത്തി അതിലൂടെ വരുമാനവും അധികാരവും തുടർത്താൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും അള്ളാഹു കനത്ത തിരിച്ചടി പ്രദാനം ചെയ്യുമാറാവട്ടെ. ഏറ്റവും നന്നായി ജീവിക്കാനും നല്ലവരായി സ്വർഗ്ഗക്കാരായി മരണമില്ലാത്ത പാരത്രിക ലോകത്തേക്ക് യാത്ര പുറപ്പെടാനും അള്ളാഹു നമുക്കൊക്കെയും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب دعوات يا قاضي الحاجات. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين.